ഇന്ത്യക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്ന രാജ്യത്തിൻ്റെ പേര് റഷ്യയാണ്. ആ റഷ്യയുടെ സഹായം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടല്ലോ. പാകിസ്ഥാനുമായുള്ള ആ പ്രതിസന്ധി ഇന്ത്യ മറികടന്നതും ഈ റഷ്യയുടെ സഹായം കൊണ്ടാണ്. റഷ്യയുടെ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വലിയ തിരിച്ചടി പാകിസ്ഥാന് നാം നൽകിയത്. പാകിസ്ഥാൻ ഇനി എന്തായാലും കുറച്ച് വർഷങ്ങളിലേക്കൊന്നും തലപൊക്കാത്ത രീതിയിലുള്ള തിരിച്ചടി, ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്തെന്ന് തെളിയിക്കുന്ന ഒരു തിരിച്ചടി നൽകാനും ഈ റഷ്യയുടെ സഹായം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുടിൻ തന്നെ ഇന്ത്യയിലേക്ക് നേരിട്ട് വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ വരുന്ന ഒരു 4-5 വർഷത്തേക്ക് പാകിസ്ഥാന് തല ഉയർത്താൻ പറ്റാത്ത അടിയാണ് ഇന്ത്യ നൽകിയത്. അതിന് നമ്മളെ സഹായിച്ചത് റഷ്യൻ നിർമ്മിത S-400 സുദർശന ചക്ര എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ അതൊരു വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയാണ്. കരയിൽ നിന്നോ കടലിൽ നിന്നോ ആകാശത്ത് നിന്നോ നമുക്ക് നേരെ തൊടുക്കുന്ന മിസൈലുകളും നമുക്ക് നേരെ വരുന്ന വിമാനങ്ങളെയും തകർക്കാൻ, അതിൻ്റെ ആ ഗതി തടസ്സപ്പെടുത്തി അതിനെ തകർക്കാൻ സഹായിക്കുന്ന ഒരു വലിയ ഒരു സിസ്റ്റമാണ് ഈ S-400, അല്ലെങ്കിൽ ഒരു വലിയ യന്ത്രമാണ്, ഒരു അത്യന്താധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഈ S-400 അഥവാ സുദർശന ചക്ര എന്ന് പറയുന്നത്. അത് റഷ്യയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അത് നമ്മൾ ഫലപ്രദമായിട്ട് ഈ പാകിസ്ഥാൻ ഈ പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു. ആ തകർത്തതിന് തിരിച്ചടിയായിട്ട് ഡ്രോണുകളും മിസൈലുകളും പോർവിമാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ, ഇന്ത്യൻ അതിർത്തി ഭേദിച്ച് വന്ന് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ ശ്രമിച്ചു. ആ സമ്പൂർണമായ ശ്രമം 3 ദിവസങ്ങളോളം നീണ്ടു നിന്നു അത് എന്നുള്ളതാണ് സത്യം. ആ 3 ദിവസവും വളരെ ഫലപ്രദമായിട്ട് രാപകൽ ഭേദമന്യേ പാകിസ്ഥാൻ്റെ എല്ലാ ശ്രമങ്ങളെയും തച്ച് തകർക്കാൻ നമ്മളെ സഹായിച്ചത് ഈ S-400 സുദർശന ചക്ര എന്ന് പറയുന്ന ആ ആയുധമാണ്. ഇപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ, അല്ലെങ്കിൽ ഇതിനെ യുദ്ധമെന്ന് പറയാൻ പറ്റില്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പുടിൻ നമുക്ക് ശക്തമായ പിന്തുണ നൽകിയിരുന്നു. റഷ്യ ഒന്നടക്കം നമുക്ക് പിന്തുണ നൽകി. അതോടൊപ്പം തന്നെ ഈ നമ്മെ സഹായിക്കുമ്പോഴും ആ രാജ്യം ഒരു യുദ്ധമുഖത്താണ്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലിടയ്ക്കാണ് ഇന്ത്യയെ സഹായിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അവർ യുക്രൈനുമായിട്ട് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഉക്രൈൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇന്ത്യക്ക് പുറത്ത്. ഇതിൽ ഇടപെടണം, റഷ്യയെ പിന്തിരിപ്പിക്കണം എന്നൊക്കെ. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ കർശനമായൊരു നിലപാടെടുത്തു. ഒരു കാരണവശാലും ഇതിൽ ഞങ്ങൾ ഇടപെടില്ല, ഞങ്ങളുടെ ചിരകാല സുഹൃത്താണ് റഷ്യ, യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് പുടിനുമായിട്ട് നേരിട്ട് കണ്ടപ്പോഴും മോദി പറഞ്ഞു, ഇത് യുദ്ധത്തിൻ്റെ കാലമല്ല, ഇത് യുദ്ധം ചെയ്യാനുള്ളൊരു കാലമല്ല ഇത് എന്ന് റഷ്യൻ പ്രസിഡന്റിനോട് അസന്നിഗ്ധമായിട്ട് ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ നരേന്ദ്രമോദി പറഞ്ഞു. കാരണം റഷ്യയും സാമ്പത്തികമായിട്ട് വളരെയധികം, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് റഷ്യ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 15 വർഷമായിട്ട് പുടിൻ റഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ച് ഇന്ന് റഷ്യയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സ്വയം പര്യാപ്തമായൊരു സാഹചര്യത്തിലേക്ക് റഷ്യ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുടിൻ്റെ ഭരണമാണ് അവിടെ അതിന് സഹായിച്ചത്. പക്ഷേ അപ്പോഴും നമ്മൾ പറഞ്ഞു, ഒരു കാരണവശാലും യുദ്ധം പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ നേരിട്ട് അതിൽ ഇടപെടാതെ, റഷ്യയ്ക്ക് മേൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താതെ നമ്മൾ ഒഴിഞ്ഞു നിന്നു. മാത്രമല്ല, റഷ്യയ്ക്ക് നേരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉപരോധം പ്രഖ്യാപിച്ചപ്പോഴും നമ്മൾ ആ ഉപരോധ പ്രഖ്യാപനത്തെ വകവയ്ക്കാതെ റഷ്യയോട് സഹകരിച്ചു. അവരിൽ നിന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങി റഷ്യയ്ക്ക് വലിയൊരളവ് വരെ പിടിച്ചു നിൽക്കാൻ അത് വലിയ സഹായമായി. ആ നന്ദി പുടിൻ എല്ലാ കാലവും, റഷ്യ എല്ലാ കാലവും നമ്മളോട് കാണിക്കും എന്ന് തീർച്ചയാണ്. റഷ്യ ചൈനയെ പോലെയോ പാകിസ്ഥാനെ പോലെയോ ചതിയും വഞ്ചനയും കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രമല്ല. അവർ വളരെ കൃത്യമായിട്ട് സഹായിച്ചവരെ എല്ലാ കാലത്തും തിരികെ സഹായിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഇന്ത്യയും അങ്ങനെ തന്നെ. വളരെ പഴയ കാലം തൊട്ട്, സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട് റഷ്യയോട്. പക്ഷേ റഷ്യ ഇന്ത്യയുടെ എക്കാലത്തെയും നല്ല സുഹൃത്തായിരുന്നു, സുഹൃത്താണ്, അതിനി സുഹൃത്തായി തന്നെ തുടരും എന്നുള്ളത് തീർച്ചയാണ്.
അതുകൊണ്ട് തന്നെ പുടിനെ സർവാത്മന രണ്ട് കൈയും നീട്ടി നരേന്ദ്രമോദി അടക്കമുള്ള ഇന്ത്യൻ നേതാക്കൾ എല്ലാവരും സ്വീകരിക്കും, ഇന്ത്യൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്ന് തീർച്ചയാണ്. കാരണം ഈ ഇന്ത്യ പ്രതിരോധിച്ച പാകിസ്ഥാനെ പ്രതിരോധിച്ച ആ S-400 ആ പ്രതിരോധ സംവിധാനം വാങ്ങുമ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പാണ് ഉണ്ടായത്. പക്ഷെ ആ എതിർപ്പിന് രണ്ട് രാജ്യങ്ങളും അവഗണിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അമേരിക്ക മാത്രമല്ല, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനെ വലിയ രീതിയിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. എതിർപ്പ് മാത്രമല്ല, ഇത് വാങ്ങരുത്, ഇത് പഴയ തകരപ്പാട്ട പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ്, ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചു. പക്ഷെ നമ്മളത് അവഗണിക്കുകയായിരുന്നു. അമേരിക്കയുടെയും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ ഭീഷണി പോലും മുഴക്കി. ആ ഭീഷണിയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ത്യ റഷ്യൻ നിർമ്മിത S-400 സുദർശന ചക്ര എന്ന ആയുധം വാങ്ങുകയായിരുന്നു. എന്ന് മാത്രമല്ല, വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുകയായിരുന്നു. മാത്രമല്ല, നമുക്ക് പരിപൂർണമായ വിശ്വാസമുണ്ടായിരുന്നു റഷ്യ ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന്. അത് ഇപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അന്നിത് വാങ്ങിയ സമയത്തും മറ്റുമൊക്കെ പാർലമെൻറ്റിലടക്കം വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പട്ടിണി രാഷ്ട്രമായ ഇന്ത്യ ഇന്ന് ഒരു പട്ടിണി രാഷ്ട്രമല്ല എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷേ പട്ടിണി രാഷ്ട്രമായ ഇന്ത്യ എന്തിന് ഇത്രയും വലിയ ആയുധങ്ങൾ, ഒരു ഉപയോഗവുമില്ലാത്ത ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, ഒരു യുദ്ധവും ഇനി ഉണ്ടാകില്ല, പിന്നെ എന്തിനാണിത് വാങ്ങിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ അനുരണനങ്ങൾ നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മൗനം പാലിച്ചുകൊണ്ട് ഇവർക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ മുന്നോട്ട് പോവുകയായിരുന്നു. തങ്ങളുടെ ഊർജം വെറുതെ ഇവരോട് വായിട്ടലച്ച് കളയാനുള്ളതല്ല എന്ന് മോദിക്കും കൂട്ടർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ മറുപടി അർഹിക്കാത്ത കോൺഗ്രസിൻ്റെ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും റഷ്യയിൽ നിന്നത് വാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ടുള്ള സഹകരണം വലിയ തോതിൽ ഇന്ത്യക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ വർഷം അവസാനം ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുടിൻ വന്നേക്കും എന്നാണ് പറയുന്നത്. പുടിൻ്റെ സന്ദർശനം എന്നുണ്ടാകും എന്ന് കൃത്യമായ ഒരു തീയതി ഇതുവരെ നിർണയിച്ചിട്ടില്ല. പക്ഷേ പുടിൻ ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയുമായിട്ട് കൂടുതൽ ഊഷ്മളമായ ഒരു സൗഹൃദവും ബന്ധവും ഊട്ടി ഉറപ്പിക്കും. അതിനാണ് പുടിൻ താല്പര്യപ്പെടുന്നത്, മോഡിയും താല്പര്യപ്പെടുന്നത്. അതിനാണ് എക്കാലത്തും ഇന്ത്യയുടെ സുഹൃത്തായിരിക്കുന്ന റഷ്യയെ ഒരു കാരണവശാലും നമ്മൾ ഒരു കാര്യത്തിലും പിണക്കില്ല. റഷ്യയ്ക്ക് എപ്പോഴൊക്കെ സഹായം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യ ഓടിയെത്തും. ഇന്ത്യക്ക് എപ്പോഴൊക്കെ സഹായം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ റഷ്യ ഓടിയെത്തും എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം. എന്തായാലും ഇപ്പോൾ നമ്മുടെ വിജയത്തിന് കാരണമായിരിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം ബ്രഹ്മോസ് മിസൈലാണ്. ഈ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തത് ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെയാണ്. റഷ്യൻ കൊളാബറേഷനാണ്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സംയുക്തമായ ഗവേഷണ നിരീക്ഷണ പഠനങ്ങളുടെ ശേഷമാണ് ആ മിസൈൽ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കൊരു മുതൽക്കൂട്ടാണ്, നമ്മുടെ സേനയ്ക്ക് മുതൽക്കൂട്ടാണ്, നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാണ്. ഇപ്പോഴിതാ നമ്മൾ ആ ബ്രഹ്മോസ് മിസൈൽ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും വിൽക്കുകയാണ്. മറ്റു പല ലോകരാഷ്ട്രങ്ങൾക്കും ഇന്ന് ആ ബ്രഹ്മോസ് മിസൈൽ തേടി വന്നിരിക്കുകയാണ്. നമുക്ക് വലിയ വരുമാനമാണ് അതിൽ കൂടെ കിട്ടുന്നത്. കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത്. ആ ബിസിനസ്സിന് കാരണമായിരിക്കുന്നതും റഷ്യയുടെ സഹായമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഇന്ത്യ റഷ്യയോട് നന്ദികേട് കാണിക്കില്ല. അതുപോലെ തന്നെ ആപത്ത് കാലത്ത് സഹായിച്ച ഇന്ത്യയെ റഷ്യയും ഒരിക്കലും തള്ളിപ്പറയില്ല. അത് വളരെ വ്യക്തമാണ്. ആ ബന്ധം ഊഷ്മളമായി മുന്നോട്ട് പോകട്ടെ. അത് നശിപ്പിക്കാൻ അമേരിക്കയ്ക്കോ യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ പാകിസ്ഥാനോ ഒന്നും സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുക.